ഈ നാട് കോൺഗ്രസിനെ എതിർക്കേണ്ടത് ഇന്നലകളിൽ അധികാരമുള്ള സമയത്ത് നാട്ടിലെ സാധാരണക്കാരനെ മറന്നു ഭരിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല, കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളെ ചവിട്ടി മെതിച്ചു കളഞ്ഞു എന്നതുകൊണ്ട് മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നല്ല രാഷ്ട്രീയ നേതാവിനെ സ്ഥാനാർത്ഥിയായി പോലും തന്നില്ല എന്നതുകൊണ്ട് ബേപ്പൂരുകാരോട് എന്തോ ഒരു വിരോധം കോൺഗ്രസിന് UDF-ന്. നിങ്ങൾ അവരുടെ സ്ഥാനാർത്ഥി നോക്കൂ. ഞാൻ ആരെയും വ്യക്തിപരമായി കേൾത്താൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ അതുകൊണ്ടാണ് അതിന്റെ പേര് പോലും പറയുന്നത്. പക്ഷെ അദ്ദേഹം വായ തുറന്ന് വ്യക്തിപരമായ അധിക്ഷേപമല്ലാതെ, വിദ്വേഷമല്ലാതെ നാടിന്റെ ഭാവിയെക്കുറിച്ചോ ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ചോ എന്തെങ്കിലും കാഴ്ചപ്പാടുകൾ, പദ്ധതി, നിലപാട് പറയുന്നുണ്ട്. വ്യക്തിപരമായ അധിക്ഷേപമല്ലാതെ. റിയാസിനെ മരുമോൻ എന്നാണ് പറയുന്നത്. മരുമോൻ എന്ന് പറഞ്ഞാൽ എന്താ തെറിയ? അദ്ദേഹം അങ്ങനെയാണ് ധരിച്ചിരുന്നത്. എല്ലാ ആളുകളും മകനും മരുമോനും ഒക്കെ അല്ലേ? ആരുടെയെങ്കിലും ഒക്കെ മരുമോനല്ലേ എല്ലാവരും? അയാളും ഒരു മരുമോനല്ലേ? എന്താ നമ്മളാരും അങ്ങനെ വിളിക്കാത്തത്? എല്ലാ മനുഷ്യരും മകനും മരുമകനും മരുമകളും മകളും ഒക്കെയാണ്. നിങ്ങൾക്ക് ഈ നാടിന്റെ മുൻപാകെ വയ്ക്കാനുള്ളത് വ്യക്തി അധിക്ഷേപമാണെങ്കിൽ, വ്യക്തിപരമായ പകയാണെങ്കിൽ, ആ ശത്രുതയ്ക്കും പകയ്ക്കും രാഷ്ട്രീയത്തിൽ എന്ത് സ്ഥാനം? എന്ത് സ്ഥാനം? ഈ നാട്ടിൽ ഓരോ പൊതുപ്രവർത്തകന്റെയും ഉത്തരവാദിത്വം ആ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ അഭിവൃദ്ധി ഉണ്ടാക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനാവും, നാട്ടിൽ എന്തൊക്കെ വികസനം സാധ്യമാക്കും, അത് സംബന്ധിച്ചല്ലേ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്, പറയേണ്ടത്. അതിനു പകരം നിരന്തരം ഇങ്ങനെ അധിക്ഷേപം പറഞ്ഞുകൊണ്ടിരിക്കുക, വിദ്വേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. മനുഷ്യന്റെ മനസ്സ് വളരുന്നതിനനുസരിച്ച് അവൻ കൂടുതൽ സംസ്കാര ചിത്തനായി മാറുമെന്നാണ്. അപ്പോഴാണ് നാടിനെയും ജനങ്ങളെയും കുറിച്ച് ചിന്തിക്കാനാവുക. മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തകനായി അതിന്റെ നേതാവായി വളർന്നു വന്ന് കേരളത്തിലെ പൊതുമരാമത്തിന്, ടൂറിസം രംഗങ്ങളിൽ മഹത്തായ വളർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തൊരു മന്ത്രിയാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, കേരളത്തിലെ റോഡുകൾ മുൻപെന്തായിരുന്നു സ്ഥിതി? 10 കൊല്ലം മുമ്പ് കേരളത്തിലെ റോഡുകളുടെ സ്ഥിതി എന്താ? എല്ലാ റോഡിലും വലിയ ഗർത്തങ്ങൾ, കുഴികൾ, അല്ലേ? അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. എത്ര മനുഷ്യർ ആ കുഴികളിൽ വീണ് ജീവൻ വെടിഞ്ഞു! എത്ര മനുഷ്യർ! ഇരുചക്ര വാഹനങ്ങൾ, മറ്റു വാഹനങ്ങൾ, ഇതെല്ലാം റോഡിലെ കുഴിയിൽ വീണ് എത്ര പേരുടെ കാലൊടിഞ്ഞു, കൈയൊടിഞ്ഞു, ജീവൻ പോയി. അവസാനം ഗത്യന്തരമില്ലാതെ ഓരോ നാട്ടിലും അവിടുത്തെ മനുഷ്യർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരുമിച്ച് കേരളത്തിൻ്റെതായ ഒരു തനത് സമര രൂപം വളർന്നു വന്നു. എന്താണ്? റോഡിൽ വാഴ നടുക. ഓർക്കുന്നില്ലേ? എല്ലാ ദിവസവും കാസർകോട്ട് മുതൽ തിരുവനന്തപുരം വരെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ വാഴ നട്ടുകൊണ്ടിരുന്നു. അതൊക്കെ ഒന്ന് വാർത്തയായിരുന്നു. 10 കൊല്ലമായിട്ട് കേരളത്തിലെ റോഡിൽ എവിടെയെങ്കിലും വാഴയുണ്ട്? കാണുന്നു? നിങ്ങളുടെ ചുറ്റുപാടും എവിടെയെങ്കിലും? എന്താ അങ്ങനെ ഒരു സമരം ഇനി വേണ്ടാന്ന് തീരുമാനിച്ചോണ്ടാണ്? അല്ല, കോൺഗ്രസ്സുകാർ വാഴയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് സമരം ചെയ്യാൻ വേണ്ടി. വാഴ കരിഞ്ഞു പോകുമല്ലാതെ വാഴ നടാൻ റോഡിൽ ഒരു കുഴി ഉണ്ടാവുന്നില്ല. അതാണ് പ്രശ്നം. റോഡുകൾ മാറി. ആ മാറ്റം ഇപ്പൊ കഴിഞ്ഞ ദിവസം, ഒരു 4-5 ദിവസം മുമ്പ് KPCC പ്രസിഡന്റ് ഒരബദ്ധം പറയുണ്ടായി. അദ്ദേഹത്തിന്റെ അബദ്ധം പറ്റി. അദ്ദേഹത്തിന് പറ്റിയെന്ന് പറഞ്ഞാൽ മതി, മറ്റേ വ്യക്തമാണ്. പക്ഷെ എന്താണ് സംഭവം? അതായത് ആലോചന ഇല്ലാതെ പറഞ്ഞതാണ്. അവിടെയും പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി, അത് ബാക്കി കിടക്കാൻ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഇങ്ങനെ ഓടി നടന്ന് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, സ്ഥാനാർത്ഥി പര്യടനം. ആ സ്ഥിതിയിലായി എന്ന് മനസ്സിലാക്കിയാൽ മതി അവിടുത്തെ തരത്തിൽ. അപ്പൊ ഏതോ പത്രക്കാരോ എന്തോ ചോദിച്ചതാണ് ഇങ്ങനെ പരിപാടികളിൽ. അപ്പൊ അദ്ദേഹം പറയാണ്, അതിപ്പോ പ്രശ്നമില്ല, റോഡെല്ലാം ഗംഭീരമായത് കൊണ്ട് വേഗത്തിൽ ഓടിയെത്താൻ കഴിയുന്നുണ്ട്. KPCC പ്രസിഡന്റ്. സത്യമാണ്. കേരളത്തിലെ റോഡുകളുടെ സ്ഥിതി എങ്ങനെയാണ്? വലിയ മാറ്റം ഉണ്ടായി. എല്ലാ രംഗങ്ങളിലെയും വളർച്ചയ്ക്ക് അനുസൃതമായി പൊതുമരാമത്ത് രംഗത്തും വലിയ മാറ്റം. അത് ജനങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. അതിനെല്ലാം നേതൃത്വം കൊടുത്ത മന്ത്രിയാണ് ഇവിടെ വീണ്ടും ജനവിധി തേടുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ
ബേപ്പൂരിലെ ഭൂരിപക്ഷം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കണം. കഴിഞ്ഞ തവണ എങ്ങനെയായിരുന്നു? ഈ തവണ അതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ഉണ്ടാവണം. എല്ലാ കാലവും ബേപ്പൂരിന് ഓർത്തു വെക്കാൻ കഴിയുന്ന ഭൂരിപക്ഷം. വർഗീയതയ്ക്കെതിരെ മതനിരപേക്ഷതയുടെ കൊടി ഉയർത്തിക്കൊണ്ട് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പായി മാറണം. ഒപ്പം മൂല്യവത്തായ രാഷ്ട്രീയത്തിന്, കച്ചവട രാഷ്ട്രീയത്തിനെതിരെ, വ്യക്തിവിദ്വേഷത്തിനെതിരെ, രാഷ്ട്രീയത്തിലെ അധാർമികതയ്ക്കെതിരെ, അവസരവാദത്തിനെതിരെ, എല്ലാ അല്പത്തരത്തിനുമെതിരെ ഈ നാട് വിധിയെഴുതുന്നതായി ഈ 9-ാം തീയതിയിലെ തെരഞ്ഞെടുപ്പ് മാറ്റണം. അതിന് വർദ്ധിത വീര്യത്തോടെ കൂടുതൽ ഊർജ്ജസ്വലരായി നിങ്ങൾ രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.